ഗ്രാമപഞ്ചായത്തിലെ കൊമ്പിലായ ദേശത്ത് പ്രകൃതി അതിൻ്റെ സ്വാഭാവിക വശ്യത പകർന്നു നൽകിയ വയലേലകൾക്കരികിൽ പ്രൗഢിയോടെ നിലകൊള്ളുന്ന ഏറെ ഗൃഹാതുരത്വമുണർത്തുന്ന വിദ്യാലയം AMLPS മോളൂർ നോർത്ത്. 1931 മദ്രസ പഠനത്തിന് വേണ്ടി തുടങ്ങിയ ഈ സ്ഥാപനം മരക്കാർ മൗലവി എന്ന മനുഷ്യസ്നേഹിയുടെയും വിദ്യാതൽപരരായ ഒരു കൂട്ടം ആളുകളുടെയും പ്രയത്നഫലമായി വിദ്യാലയമായി പ്രവർത്തനം ആരംഭിച്ചു. രാമൻ എഴുത്തച്ഛൻ, രാമൻകുട്ടി മാസ്റ്റർ, പത്മാവതി ടീച്ചർ, സതി ടീച്ചർ, മോഹനൻ മാസ്റ്റർ എന്നിവർ പ്രധാന അധ്യാപകരായിരുന്നു. ശ്രീമതി ശോഭ ടീച്ചറാണ് നിലവിൽ പ്രധാന അധ്യാപിക. മാനേജർ ശ്രീ നാസർ മാസ്റ്ററുമാണ്. ഗോപാലൻ മാസ്റ്റർ, ലക്ഷ്മിക്കുട്ടി ടീച്ചർ, ഹംസ മാസ്റ്റർ, സരസ്വതി ടീച്ചർ, വത്സലമ്മ ടീച്ചർ, അൽഫോൺസ ടീച്ചർ എന്നിവർ ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇവരിൽ ചിലരെല്ലാം നമ്മെ വിട്ടുപോയി. അവരുടെ പാവന സ്മരണയ്ക്കു മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നിലവിൽ 5 അധ്യാപകരും 1 പ്രീ പ്രൈമറി ടീച്ചറും വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. അർപ്പണബോധവും സേവന സന്നദ്ധതയും നിസ്വാർത്ഥതയും കൈമുതലായുള്ള അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹകരണവും പ്രവർത്തന സംഹിതകളും കഴിഞ്ഞ വർഷങ്ങളെ പുരോഗതിയുടെ പാതയിലേക്ക് നയിച്ചു. പഠന പ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും നമ്മുടെ വിദ്യാലയം മുന്നിട്ട് നിൽക്കുന്നു. ഈ വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമായി നടത്താൻ കഴിഞ്ഞു. 2 മാസത്തെ വേനലവധിക്ക് ശേഷം കുരുന്നുകളെ വരവേൽക്കാൻ വിദ്യാലയം ഒരുങ്ങി. സമ്മാനപ്പൊതികളും പായസവും നൽകി അധ്യാപകരും രക്ഷിതാക്കളും മാനേജരും വിദ്യാർത്ഥികളെ സ്വീകരിച്ചു. കാലമെത്ര കഴിഞ്ഞാലും പടവുകളേറെ കയറിയാലും 1-ാം തരത്തിൽ പഠിച്ച വിദ്യാലയം ഒരിക്കലും മറക്കാനാവില്ല എന്നതാണ് സത്യം. ആദ്യ പടവിൽ കൈപിടിച്ച് നടത്തിയവരെ, ആദ്യാക്ഷരം കുറിച്ചു തന്ന ഗുരുവിനെ, പ്രവേശനോത്സവത്തിൻ്റെ ഈ ആരവങ്ങളെ. ലാൻഡ് റിസ്റ്റോറേഷൻ, ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റിസൈലൻസ് എന്ന ആശയം മുൻനിർത്തി ജൂൺ 5 വിദ്യാലയത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഹരിത വിദ്യാലയം പദ്ധതിക്ക് തുടക്കമിട്ടു. സ്കൂൾ വളപ്പിൽ മരത്തൈകൾ നട്ടു. പച്ചക്കറിത്തോട്ടം നിർമ്മിച്ചു. പയർ, വെണ്ട, ചോളം, വഴുതൻ എന്നിവ നട്ടു വളർത്തി. എല്ലാ മാസവും സ്കൂളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നു. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ചു. ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് ഹരിത കർമ്മസേനയെ ഏൽപ്പിക്കുന്ന പദ്ധതികൾക്ക് തുടക്കമായി. വായനാ ദിനത്തിനോടനുബന്ധിച്ച് വായനാവാര പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. പുസ്തക പ്രദർശനം, വായനാക്കുറിപ്പ് തയ്യാറാക്കൽ, ക്യൂസ് മത്സരം, വീഡിയോ പ്രദർശനം, പോസ്റ്റർ രചന മത്സരം എന്നിവയും നടത്തി. വിദ്യാലയത്തിന്റെ അടുത്തുള്ള പൊന്മുഖം വായനാശാല സന്ദർശിക്കാനുള്ള അവസരം കുട്ടികൾക്ക് ലഭ്യമാക്കി. ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചറിയുവാനും ഇത് സഹായകരമായി. വിശ്വവിഖ്യാത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകളെ സ്മരിച്ചുകൊണ്ട് ബഷീർ ദിന ക്വിസ് മത്സരം, ബഷീർ കൃതികൾ പരിചയപ്പെടൽ, ബഷീർ കൃതികളിലെ അവിസ്മരണീയ കഥാപാത്രങ്ങളെ പുനരാവിഷ്കരിച്ച് ബഷീർ ദിനം അവിസ്മരണീയമാക്കി വിദ്യാർത്ഥികൾ. മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായി ജൂലൈ 21 ലോകം ചാന്ദ്രദിനം ആഘോഷിക്കുമ്പോൾ വിദ്യാർത്ഥികളിൽ ബഹിരാകാശ ദൗത്യങ്ങളുടെ പ്രാധാന്യം, ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ബോധ്യപ്പെടുത്തുന്നതിനായി വിവിധ മത്സരങ്ങൾ നടത്തി.
രാജ്യത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിയുടെ വാർഷികത്തിൽ പങ്കാളികളായി നമ്മുടെ വിദ്യാലയവും. ക്വിസ് മത്സരം, ദേശഭക്തി ഗാനാലാപനം, പതാക നിർമ്മാണം, പ്രസംഗം, കുട്ടികളുടെ കലാപ്രകടനങ്ങൾ, പായസ വിതരണം എന്നിവയും നടന്നു. സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ വളരെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിലും നടപ്പിലാക്കി. പ്രിയപ്പെട്ട അധ്യാപികയ്ക്ക് കത്തെഴുതിയും കുട്ടി ടീച്ചർമാരായി ക്ലാസ് മുറിയിൽ എത്തിയും കുരുന്നുകൾ അധ്യാപക ദിനം ആചരിച്ചു. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി, യുവ എഴുത്തുകാരൻ മുർഷിദ് മോളു പ്രിയ അധ്യാപികയ്ക്ക് തന്റെ പുസ്തകം ഉപഹാരമായി നൽകി. സ്കൂൾ തല സ്പോർട്സ് മേളകൾ, കലോത്സവം എന്നിവ നടത്തുകയും മികച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തി പഞ്ചായത്ത് തല, സബ് ജില്ലാ തല മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. സബ് ജില്ലാ ശാസ്ത്രമേള, കലോത്സവം എന്നിവയിൽ ചരിത്ര വിജയമാണ് നാം ഇത്തവണ നേടിയെടുത്തത്. ഷൊർണൂർ സബ് ജില്ലാ ശാസ്ത്രമേളയിൽ അഗ്രിഗേറ്റ് 1ാം സ്ഥാനം, ഷൊർണൂർ ഉപജില്ലാ അറബി കലോത്സവത്തിൽ അഗ്രിഗേറ്റ് 2ാം സ്ഥാനം, പഞ്ചായത്ത് കലോത്സവത്തിൽ അഗ്രിഗേറ്റ് 4ാം സ്ഥാനം എന്നിവ നേടി. ഷൊർണൂർ സബ് ജില്ലയിലെ 51 വിദ്യാലയങ്ങളെ പിന്തള്ളി മികച്ച വിജയം നേടി എന്നത് കൊച്ചു വിദ്യാലയത്തെ സംബന്ധിച്ച് അഭിമാനാർഹമായ വലിയ നേട്ടമാണ്. നവംബർ 27 1-2 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ആരോഗ്യപരവും രുചികരവുമായ ആഹാര വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി പലഹാരമേള നടത്തി. അനാരോഗ്യകരമായ പുതിയ ഭക്ഷണശീലങ്ങൾ പരിചയിച്ച പുതിയ തലമുറയ്ക്ക് വ്യത്യസ്തമായ രുചികരമായ നാടൻ പലഹാരങ്ങൾ പരിചയപ്പെടാൻ പലഹാരമേള വളരെ ഗുണകരമായി. 3-4 ക്ലാസ്സിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാലയത്തിൽ ഭക്ഷ്യമേള നടത്തി. മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ആവശ്യമായ ചെഫ് ക്യാപ്പ് നിർമ്മാണവും നടന്നു. മികച്ച വിഭവങ്ങൾ കണ്ടെത്തി സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. പൊന്മുഖം വായനശാലയും സ്റ്റാർ മോസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മോസ്കോ പൊട്ടച്ചിറയും സംയുക്തമായി നടത്തിയ സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ നമ്മുടെ വിദ്യാലയവും പങ്കെടുത്ത് മികച്ച വിജയം കരസ്ഥമാക്കി. ജാതി മത വർഗ ഭേദമില്ലാതെ നാം എല്ലാം ഒന്ന് എന്ന ചിന്തയോടെ വിദ്യാലയത്തിൽ ഓണാഘോഷം, പെരുന്നാൾ, ക്രിസ്മസ്, ന്യൂ ഇയർ എന്നിവ ആഘോഷിച്ചു. വിദ്യാലയത്തിലെ LKG UKG വിദ്യാർത്ഥികൾക്കായി നടത്തിയ എഡ്യൂക്യാമ്പ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ റാങ്കുകളും A+കളും നേടി കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും. അറബിക് ടാലന്റ് ടെസ്റ്റ്, സ്വദേശ് മെഗാ ക്യൂസ്, ദേശാഭിമാനി അക്ഷരമുറ്റം ക്യൂസ്,
സബ് ജില്ലാ ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി അനവധി മത്സരങ്ങൾ. വിദ്യാലയത്തിൽ ഒളിമ്പിക്സ് പ്രഖ്യാപന ദീപശിഖ ഒരുക്കൽ, കൂടാതെ വൈവിധ്യമാർന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ, സഹായകരമായ സ്മാർട്ട് ക്ലാസ് മുറികൾ, LSS പരീക്ഷയ്ക്കുള്ള പ്രത്യേക കോച്ചിംഗ് ക്ലാസുകൾ, നാസ് പരീക്ഷ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങി അനവധി പ്രവർത്തനങ്ങൾ. വിദ്യാലയ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത്, BRC, AU ഓഫീസ്, PTA, പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവരിൽ നിന്ന് ലഭിക്കുന്ന നിസ്സീമമായ സഹകരണം വിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നു. വിദ്യാലയത്തിന്റെ നല്ല ഭാവിയിലേക്കുള്ള പ്രയാണത്തിൽ ഞങ്ങളോടൊപ്പം നിങ്ങളും ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ Kurang kan? Orang yang pada visi